Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാം പോകുന്ന ഈ പാത്ത് വളരെ പ്രയാസം നിറഞ്ഞതും വേദന നിറഞ്ഞതും മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതുമാണ്. ഈ പാത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഗ്രേസ്, കൃപയുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ദൈവം ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്, അധികാരം. ആ അധികാരം എന്താണെന്ന് സഭ തിരിച്ചറിയണം. സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, അല്ലെങ്കിൽ 4 കെട്ടിനകത്ത് ഒതുങ്ങുന്നതല്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന സമയം മുതൽ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സഭയാണ്. കർത്താവ് ക്രിസ്തുവിൻ്റെ സഭയെ ചേർക്കാനാണ്, മണവാട്ടിയെ ചേർക്കാനാണ് വരുന്നത്. ആ വരവിങ്കിൽ പോകണമെങ്കിൽ മണവാട്ടിയായി തീരണം. ആ ഒരു തിരിച്ചറിവും ആ ഒരു ഒരുക്കവും ആ ഒരു വിശുദ്ധ ജീവിതവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, സകല അധികാരവും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സഭയ്ക്ക്, ഭൂതത്തിന്മേലും ക്ലൈമറ്റിന്മേലും നമ്മുടെ മേൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ മേലും വാഴ്ചകളുടെ മേൽ, ആമേൻ, എല്ലാറ്റിൻ്റെ മേലും ഒരു അധികാരം കർത്താവ് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഈ സമയം ഓർത്തുകൊള്ളണം. നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കുന്ന രോഗമെന്ന നാമം, പ്രശ്നമെന്ന നാമം, ഈ നാമത്തിന് മീതെ ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേരാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാല് ഒക്കെയും മടങ്ങുവാൻ ഇടയായിത്തീരും. നമ്മുടെ മുൻപിൽ ഒരു ദീർഘസമയം ഇനി ഉണ്ടോ എന്ന് തോന്നുന്നില്ല. നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു വരാറായി. ആ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ പോകണമെങ്കിൽ, ആമേൻ, അവൻ്റെ ആ വചനപ്രകാരമുള്ള ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ആ വചനപ്രകാരം നാം മുന്നോട്ടൊരു സ്റ്റെപ്പ് ചെയ്യണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിന് വേണ്ടി കൊടുക്കുക. കൊടുക്കുക മാത്രമല്ല, ആ വാക്കുകൾ അനുസരിച്ച് ഒരു നല്ല ജീവിതം ചെയ്യുക. മനുഷ്യനെ ഭയപ്പെടരുത്, ലോകത്തിലുള്ളതിനെ ഭയപ്പെടരുത്. ഈ വചനം നമ്മളെ ന്യായം വിധിക്കുന്നതാണ്. ഒരു ജഡ്ജ്മെന്റിലൂടെ ഞാനും നിങ്ങളും പോകേണ്ടി വരുമെന്നുള്ള നിശ്ചയം, ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടുകയില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ മുമ്പോട്ടൊരു സ്റ്റെപ്പ് ചെയ്യുക. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദൈവകൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു അധികാരമുണ്ടാകും. ആ അധികാരം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവവേല ചെയ്യുക. നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്, 1, നാം കർത്താവിന് വേണ്ടി നല്ലതുപോലെ ജീവിക്കുമ്പോൾ; 2, ആത്മാക്കളെ നേടുമ്പോൾ ഒരു ആത്മഭാരം. എത്രയോ പേര് മദ്യത്തിലും പാപത്തിലും കഞ്ചാവിലും അടിമയായിരിക്കുന്നു. അനേകര് യേശുവിൻ്റെ സത്യത്തെ, ഈ പാപത്തിൽ നിന്നുള്ള വിടുതലിനെ അറിയാൻ പറ്റാതെ ഭാരപ്പെട്ട് അറിവില്ലാതെ കിടക്കുന്നു. അങ്ങനെയുള്ളവരിലേക്ക് ഈ സത്യസുവിശേഷം എത്തിക്കുക. അനേകർ ക്രിസ്തുവിലേക്ക് വരട്ടെ. ഇതൊരു ജയമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഓരോ അംബാസഡേഴ്സാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആമേൻ പോരാളികളാണ്, ഭടന്മാരാണ്, ക്രിസ്തുവിന് വേണ്ടിയുള്ള സോൾജിയേഴ്സാണ്. നിങ്ങളിലൂടെ
വലിയൊരു കാര്യം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ അവൻ ഈ വചനം കേൾക്കുമ്പോൾ, യേശുവേ, എനിക്കൊരു നല്ല ജീവിതം തരണമേ, എന്നെ അങ്ങ് മൈറ്റിയായി ഉപയോഗിക്കണമേ എന്ന് പറയുമ്പോൾ ഈ അധികാരത്തിൻ്റെ കൈമാറ്റം നിങ്ങളിൽ സംഭവിക്കും. നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു പുതിയ തീരുമാനമെടുക്കുക. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളിലേക്ക് ഒരു അധികാര കൈമാറ്റം സംഭവിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഒരു ഭയങ്കരമേറിയ വിടുതൽ ദൈവം ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. അഭിഷേകത്തിൻ്റെ കൈമാറ്റം സംഭവിക്കട്ടെ. അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ലവ് യു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ മെയ് മാസം 30-ാം തീയതി എറണാകുളത്ത് വെച്ച് നമ്മുടെ പ്രോഫറ്റിക്കൽ സെമിനാർ നടക്കുന്നു. ഒരു 1 ഡേ പ്രോഗ്രാമാണ്. രാവിലെ 10 മുതൽ 1:30 വരെ. എറണാകുളത്തുള്ള എല്ലാവരും വരണം. ആ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എറണാകുളത്തുള്ള സഭാവ്യത്യാസമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, കൊച്ചി പട്ടണത്തെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം മീറ്റിങ്ങിന് വരണം, സഹകരിക്കണം, മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജൂൺ 1-ാം തീയതി ഒരു യൂത്ത് മൂവ്മെൻറ്റ്, അതിൻ്റെ ഒരു മീറ്റിംഗ്, യൂത്ത് കോൺഫറൻസ് ഇവിടെ മെലേക്ക് പ്രയർ മൗണ്ടിൽ വെച്ച് നടക്കുന്നു. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവരെല്ലാം വരിക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. 4 മണി വരെ മീറ്റിംഗ് ഉണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇന്ന് ഈ കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. യൂത്ത് നശിച്ചു പോകാനിടയാകരുത്. നമ്മുടെ തലമുറകൾ നശിക്കാനിടയാകരുത്. അതിനുവേണ്ടിയാണല്ലോ നാം ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.